നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് വെള്ളിയാഴ്ച ചെയ്യേണ്ട ഒരു ഒറ്റ രൂപ കോയിൻ കൊണ്ടുള്ള പരിഹാരത്തെ കുറിച്ചാണ്. എന്തിനാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കടങ്ങളുള്ളവർക്ക് കടങ്ങൾ അടച്ചു തീർക്കുന്നതിന് വേണ്ടി, കടങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് എപ്പോഴും ധനവരവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു 1 റുപ്പി കോയിൻ പരിഹാരം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ധനവരവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ധനവരവ് ഉണ്ടായാൽ മാത്രമല്ലേ കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് അടച്ചു തീർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എന്നൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 5 വെള്ളിയാഴ്ചകളിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ 5 വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ കർക്കിടക മാസം തുടങ്ങി. ദക്ഷിണായന കാലം തുടങ്ങുന്നത് കർക്കിടക മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ വരുന്ന വെള്ളിയാഴ്ചകളിൽ ചെയ്യാവുന്നതാണ്. കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ് ഇന്ന്. 5 വെള്ളിയാഴ്ചകൾ ഈ കർക്കിടക മാസത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് 5 വെള്ളിയാഴ്ചകളിൽ ചെയ്യാം. അതല്ല, നിങ്ങൾ ഈ കർക്കിടക മാസം തീരുന്നതിന് മുൻപ് ഏതൊരു ദിവസം കാണുകയാണെങ്കിലും ചെയ്യാവുന്നതാണ്. കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയി 5 വെള്ളിയാഴ്ചകളിൽ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. 6 മാസത്തിൽ ഒരിക്കൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളവർക്ക് 6 മാസത്തിൽ ഒരിക്കൽ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ മാത്രം ചെയ്താൽ മതി. 6 മാസം കൂടുമ്പോൾ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മകരമാസം, അതായത് ഉത്തരായന കാലം തുടങ്ങുന്ന ആദ്യത്തെ മാസമാണ് മകരമാസം. മകരമാസത്തിൽ ചെയ്യാം, പിന്നെ കർക്കിടക മാസത്തിൽ. അങ്ങനെ അത് 2 പ്രാവശ്യം ചെയ്യാൻ സാധിക്കുന്നവർക്ക് വളരെ സിമ്പിളാണ്. ഇതിന് നമുക്ക് 5 വെള്ളിയാഴ്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ 5 1 രൂപ കോയിൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ 1 റുപ്പി കോയിൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏത് കോയിനാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, ആ ഒരു കോയിൻ 5 എണ്ണം വേണം. അപ്പോൾ ഇന്ത്യയിലുള്ളവർക്കെല്ലാം തന്നെ 1 റുപ്പി കോയിൻ ലഭിക്കും. അപ്പോൾ ആദ്യം തന്നെ 1 രൂപയുടെ 5 കോയിൻസ് കളക്ട് ചെയ്ത് വെക്കുക. 5 വെള്ളിയാഴ്ച അടുപ്പിച്ചാണ് ചെയ്യേണ്ടത്. പീരിയഡ്സ് ടൈം വരുമ്പോൾ ആ ഒരു ആഴ്ച സ്കിപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ പുലവാലായ്മയൊക്കെ ഉണ്ടാകുമ്പോൾ ഏകദേശം 2 വെള്ളിയാഴ്ചയൊക്കെ മിസ്സായി പോകും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ആദ്യം മുതൽ തന്നെ തുടങ്ങേണ്ടതാണ്. വെള്ളിയാഴ്ചയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സമയം എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ചെയ്യാം, പക്ഷെ 5 വെള്ളിയാഴ്ചയും നമ്മൾ ഒരേ സമയം ഫോളോ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്യുക. അല്ലെങ്കിൽ രാവിലെ 9 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ചെയ്യാം. രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ തന്നെ 5 വെള്ളിയാഴ്ചയും ഫോളോ ചെയ്യണം. സന്ധ്യക്കാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു 6 മണി മുതൽ 7:30 വരെയുള്ള സമയത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 5 വെള്ളിയാഴ്ചയും അതാണ് ഫോളോ ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച ശുക്രഹോരയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യുക. അപ്പോൾ 5 വെള്ളിയാഴ്ചകളിലും നമ്മൾ ആദ്യത്തെ വെള്ളിയാഴ്ച ഏത് ടൈമിലാണ് ഇത് ചെയ്യുന്നത് ആ ടൈം തന്നെ ഫോളോ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ടൈം 5 വെള്ളിയാഴ്ചയും ഒരേ സമയം തന്നെ ഫോളോ ചെയ്യണം. ഇനി നമുക്ക് ഇതിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നോക്കാം. 7 വസ്തുക്കളാണ്, നമ്മുടെ വീട്ടിലുള്ള 7 വസ്തുക്കളാണ് ഇതെല്ലാം തന്നെ. ഇത് നമ്മളൊരു ചുവന്ന തുണിയിൽ കിഴി പോലെ കെട്ടി വേണം വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു റെഡ് കളർ ക്ലോത്ത് എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഒറ്റ രൂപ, ഒരു 1 റുപ്പി കോയിൻ. പിന്നെ വേണ്ടത് 2 വെറ്റില, 2 പാക്ക്, 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 പീസ് പച്ചക്കർപ്പൂരവും, 1 കഷ്ണം ഉണങ്ങിയ മഞ്ഞളും. പച്ചമഞ്ഞൾ വെക്കരുത്, ഉണങ്ങിയ മഞ്ഞൾ തന്നെ വെക്കുക. അപ്പോൾ 7 വസ്തുക്കൾ ഇതാണ്: ഒരു കോയിൻ, 2 വെറ്റില, 2 പാക്ക്, 2 ഏലക്ക, 2 ഗ്രാമ്പു, പച്ചക്കർപ്പൂരം, 1 കഷ്ണം മഞ്ഞൾ. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ മഹാലക്ഷ്മിക്ക് എപ്പോഴും സുഗന്ധമാണ് ഇഷ്ടമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന് പുറത്ത് കുറച്ച് ജവ്വാദ് പൗഡറാണ് ഇടേണ്ടത്. ജവ്വാദ് പൗഡറിനോടൊപ്പം തന്നെ ഇപ്പോൾ മഹാലക്ഷ്മി തിലകം ഉണ്ടാക്കുന്നതിന് വേണ്ടി പുനുക് വാങ്ങി വീട്ടിൽ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെഡ് കളർ ക്ലോത്തിൽ കുറച്ച് പുനുക് തേക്കാവുന്നതാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത്തർ തേച്ചാൽ മതി. എല്ലാ പൂജാ സ്റ്റോറിലും നമുക്ക് അത്തർ കിട്ടും. അത് വാങ്ങി ആ റെഡ് കളർ ക്ലോത്തിലൊന്ന് തേക്കാവുന്നതാണ്. നമ്മൾ ഈ കിഴി കെട്ടിയിട്ട് മഹാലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് ലക്ഷ്മി പൂജയൊക്കെ ചെയ്ത്, അതായത് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം ഈ കിഴി കെട്ടിവെച്ച് അത് സൈഡിൽ വെച്ചിട്ട് ലക്ഷ്മി പൂജ ചെയ്യാം. ലക്ഷ്മി പൂജയൊക്കെ ചെയ്തതിന് ശേഷം രാത്രിയിൽ നമുക്കിതെടുത്ത് നമ്മുടെ ക്യാഷ് ബോക്സിലാണ് വെക്കേണ്ടത്.
അപ്പോൾ നമ്മുടെ ക്യാഷ് ബോക്സ് എപ്പോഴും നല്ല സുഗന്ധമായി ഇരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ആ റെഡ് കളർ ക്ലോത്തിൽ ജവ്വാദോ അല്ലെങ്കിൽ പുനുകോ അല്ലെങ്കിൽ അത്തറോ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം മതി, എല്ലാം കൂടി ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത് ആദ്യത്തെ വെള്ളിയാഴ്ച ഇങ്ങനെ കിഴി കെട്ടി വെച്ചു കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ചയാകുമ്പോൾ ക്യാഷ് ബോക്സിൽ നിന്നും ആ കിഴി തുറന്ന് ആ 1 രൂപ കോയിനും പച്ചക്കർപ്പൂരവും ഒഴിച്ച് ബാക്കിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിലിട്ട് വെക്കണം. 5 ആഴ്ചയും ഒന്നിച്ച് ഒരു കവറിലിട്ട് വെച്ചിട്ടാണ് നമ്മളത് ഡിസ്പോസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആ 1 രൂപ കോയിൻ വേണം. അത് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ തന്നെ, അല്ലെങ്കിൽ ക്യാഷ് ബോക്സിൽ ഒരു കവറിലിട്ട് വെള്ളിയാഴ്ച നമ്മൾ ചെയ്ത നാണയ പരിഹാരമാണ് എന്ന് അറിയുന്നതിന് വേണ്ടി എഴുതി വേണം വെക്കേണ്ടത്. കാരണം 5 വെള്ളിയാഴ്ചയും കഴിയുമ്പോൾ 5 കോയിൻസ് ഒന്നിച്ചാണ് വെക്കുന്നത്. അതിൽ വെച്ച പച്ചക്കർപ്പൂരം നമുക്ക് പൂജാമുറിയിലോ അല്ലെങ്കിൽ പടിപൂജ ചെയ്യുമ്പോഴോ ഒക്കെ പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയെല്ലാം കൂടി ഒരു കവറിലിട്ട് വെക്കുക. ഇത് വ്യാഴാഴ്ച തന്നെ ചെയ്യണം. വെള്ളിയാഴ്ച വീണ്ടും ആ റെഡ് കളർ ക്ലോത്ത്, നമ്മൾ ആദ്യത്തെ ആഴ്ച എടുക്കുന്ന റെഡ് കളർ ക്ലോത്ത് തന്നെയാണ് നമ്മൾ 5 ആഴ്ചയും ഉപയോഗിക്കുന്നത്. കഴുകേണ്ട ആവശ്യമില്ല, അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച വീണ്ടും ഒരു 1 രൂപ കോയിൻ, പിന്നെ ബാക്കി എല്ലാ വസ്തുക്കളും പുതിയതായിട്ട് തന്നെ ഇടണം. ആദ്യം കിഴി കെട്ടി വെക്കുക, ലക്ഷ്മി പൂജ ചെയ്യുക. ലക്ഷ്മി പൂജ ചെയ്ത് കഴിയുമ്പോൾ കിഴിയെടുത്ത് ക്യാഷ് ബോക്സിൽ വെക്കുക. രണ്ടാമത്തെ ആഴ്ചയും വ്യാഴാഴ്ചയാകുമ്പോൾ അതൊക്കെ തന്നെ എടുത്തു മാറ്റി അതേ റെഡ് കളർ ക്ലോത്തിൽ വെള്ളിയാഴ്ച കിഴി കെട്ടി വെക്കുക. അങ്ങനെ 5 ആഴ്ചയും ചെയ്യണം. 5ാമത്തെ ആഴ്ച നമ്മൾ കിഴി കെട്ടി വെക്കുന്നത് അടുത്ത ആഴ്ച നമുക്കെടുത്ത് 5 രൂപ കോയിൻസ് എല്ലാം കൂടി അതേ സെയിം റെഡ് കളർ ക്ലോത്തിൽ തന്നെ ഒരു കിഴി പോലെ കെട്ടി നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാവുന്നതാണ്. ഇതേ 5 രൂപയാണ് നമ്മൾ അടുത്ത വർഷം വീണ്ടും 5 വെള്ളിയാഴ്ചകളിൽ പൂജയ്ക്ക് എടുക്കുന്നത്. അടുത്ത വർഷം നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ ആ 5 രൂപയും ദേവീ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടാം, അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഏതൊരു ക്ഷേത്രത്തിലും ഇടാവുന്നതാണ്. ആ 5 ആഴ്ചയും നമ്മൾ കളക്ട് ചെയ്തതെല്ലാം കൂടി ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഒന്നിച്ച് കളയാം, അല്ലെങ്കിൽ വീട്ടിൽ സ്ഥലമുള്ളവർക്കാണെങ്കിൽ ഒരു കുഴി കുഴിച്ച് അതിലിടാം. അതിനും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കത്തിച്ചിട്ട് അതിന്റെ ചാരം ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഇടാവുന്നതാണ്. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. നമുക്ക് പഴയ ഉപയോഗിക്കാത്ത നോൺ സ്റ്റിക് പാനൊക്കെ ഉണ്ടായിരിക്കും, അതിൽ കുറച്ച് ചകിരിയിട്ട് ഇതുകൂടി കത്തിച്ചിട്ട് അവിടെ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ ആ ചാരം കൊണ്ടുപോയി ഇട്ടാൽ മതി. കാരണം വെറുതെ നമ്മൾ എവിടെയെങ്കിലും വേസ്റ്റിലിട്ട് നമ്മൾ പൂജ ചെയ്തത് മറ്റാരും ചവിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് കത്തിച്ചു കളയണം എന്ന് പറഞ്ഞത്. മഞ്ഞൾ കഷ്ണമൊക്കെ ചെറിയ മഞ്ഞൾ കഷ്ണം വെച്ചാൽ മതി. കാരണം വലിയ മഞ്ഞൾ കഷ്ണമാണെങ്കിൽ ഇതെല്ലാം കൂടി കത്തിക്കുമ്പോൾ അത് മൊത്തത്തിൽ കത്തിത്തീരില്ല. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നമുക്ക് ധനവരവ് നൽകുന്ന ഒരു ചെറിയൊരു റിച്വലാണിത്. 5 വെള്ളിയാഴ്ച കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. പീരിയഡ്സ് ടൈമിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പീരിയഡ്സ് കഴിഞ്ഞ് ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഈ ഒരു കിഴി കെട്ടിവെച്ചതിന് ശേഷം മറ്റ് നാമങ്ങളൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല. കാരണം ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ദേവിയുടെ നാമങ്ങൾ ചൊല്ലുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യാത്ത ഒരാളാണെങ്കിൽ എങ്കിൽ മാത്രം ആ ഒരു കിഴി കെട്ടിവെച്ച് ഓം ശ്രീം നമ എന്ന് 108 തവണ ചൊല്ലേണ്ടതാണ്. മഹാലക്ഷ്മി അഷ്ടകം, അഷ്ടോത്തരം, കനകധാര സ്തോത്രം ഇതിലേതെങ്കിലും ഒന്ന് ചൊല്ലുന്നുണ്ടെങ്കിൽ ഓം ശ്രീം നമ ചൊല്ലേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.